ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ വർഷയെ ഫോളോ ചെയ്ത് വരികയാണ് കേട്ടോ വിവേകും ഇഞ്ചപ്പനും കൂടി. അതിനുശേഷം തന്നെ ഹരിതയാണെങ്കിലോ വർഷ ഇന്ന് അവസാനിപ്പിക്കും എന്ന മട്ടിൽ തന്നെ കൂടെ കൂടിയിട്ടുണ്ട്. അതിനുശേഷം തന്നെ ഇഞ്ചപ്പനോട് പറയുന്നുണ്ട് രാഹുൽ എന്താ അവിടെ എവിടെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെയാണ് നമ്മുടെ കാറിൻ്റെ മുന്നിലൊരു കാറുണ്ട്, അതിൻ്റെ ഫ്രണ്ടിലായിട്ട് അവളുടെ സ്കൂട്ടി ഓടിച്ച് പോകുന്നുണ്ടെന്ന് പറയുന്നു. എന്നാൽ അവളിന്ന് കാണുന്നില്ലടാ, പേടിക്കണ്ടടാ, ഇപ്പം കാണാനായിട്ട് പറ്റുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ഹരിതയാണെങ്കിലോ നീ ചാവടി എന്ന് പറയുന്നുണ്ട്. കാരണം അവളിപ്പോൾ അപകടപ്പെടുത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഹരിത. ആ സമയത്ത് പെട്ടെന്ന് തന്നെ അവൾക്കൊരു കോൾ വരുന്നുണ്ട് വർഷയ്ക്ക്. അതായത് അഞ്ജുവാണ് വിളിക്കുന്നത്. താൻ എവിടെയാണെന്ന് ചോദിക്കുക കേട്ടോ ഹർഷയോട്. അതിനുശേഷം തന്നെ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, ഞങ്ങൾ മൃദുലിൻ്റെ വീട്ടിലുണ്ട്, തനിക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുവരുമോ? രാവിലെ മുതൽ രാഹുൽ ഒന്നും കഴിച്ചിട്ടില്ല, അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇന്ന് മൃദുൽ ചേട്ടൻ്റെ വീട്ടിലായിരിക്കും എന്നുള്ളത്. ഒരു അരമണിക്കൂർ നിങ്ങൾക്ക് എന്താ കഴിക്കാൻ വേണ്ടത്, ഞാനിപ്പോൾ എത്താമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നു. ആ സമയത്തിൻ്റെ ഇവൾ ആരോടാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്? നോക്കാം, ചിലപ്പോൾ രാഹുലിനോടായിരിക്കുമെന്ന് പിഞ്ചപ്പനും പറയുന്നുണ്ട്. ആ സമയത്ത് അവിടെ ഒരു കണ്ണ് കാണാത്ത ഒരു പയ്യൻ, ഒരു ചെറുപ്പക്കാരൻ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അദ്ദേഹത്തിന് റോഡ് ക്രോസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ആ സമയത്ത് വർഷ അയാളെ സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇത് കാണുന്ന വിവേകിന് ഈ പിഞ്ചപ്പിനോട് പറയുന്നുണ്ട്, കണ്ടോ, ഇതാണ് അവളെ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെടാനുള്ള ആഗ്രഹം. ഈ കാലത്ത് ഇങ്ങനത്തെ ഒരു പെൺകുട്ടികൾ ഉണ്ടാവില്ല. അത് ശരിയാ നീ പറഞ്ഞത് എന്ന് പറയുന്നുണ്ട് പിഞ്ചപ്പനും. അതിനുശേഷം തന്നെ വർഷയാണെങ്കിലോ അയാൾ റോഡ് ക്രോസ് ചെയ്തിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരുന്ന സമയത്ത് തന്നെയാണ് ഹരിത ഒരു ആക്സിഡൻറ്റിൽ വർഷയെ അവസാനിപ്പിക്കാനുള്ള കാര്യങ്ങൾ നോക്കുന്നത്. ആ സമയത്ത് തന്നെയാണ് വിവേക് അങ്ങോട്ട് ഓടി ചെല്ലുന്നത് കേട്ടോ വർഷയെ രക്ഷിക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ വർഷ കാറിൻ്റെ മുന്നിൽ പെടുന്ന സമയത്ത് തന്നെ പിടിച്ചു മാറ്റുന്നുണ്ട്. അപ്പോഴത്തേനും ഈ പ്ലാനിങ് പൊളിഞ്ഞെന്ന് പറഞ്ഞിട്ട് ഹരിത അവിടെ നിന്ന് വേഗം കേട്ടോ. അതിനുശേഷം തന്നെ വിവേകും വർഷയും കൂടി വിവേകും വർഷയും കൂടി അവിടെ വീഴുക കേട്ടോ ചെയ്യുന്നത്. കാരണം വർഷയെ രക്ഷിക്കുക തന്നെയാണ് വിവേക് ചെയ്യുന്നത്. പക്ഷേ നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ള കുറച്ച് സീനുകളാണ് കേട്ടോ അവിടെ കൊണ്ടിരിക്കുന്നത് കേട്ടോ. അതിനുശേഷം തന്നെ വർഷ പറയുന്നത് എണീക്കടോ എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും താൻ എന്നെ ഉരുട്ടി കിട്ടില്ലേ താഴോട്ട് പറഞ്ഞിട്ട് വർഷ എപ്പോഴും വിവേകിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താടോ, തന്നെ ആരോ ആക്സിഡൻറ്റ് പെടുത്താനായിട്ട് നോക്കുന്ന സമയത്ത് തന്നെ ഞാൻ രക്ഷിക്കല്ലേ ചെയ്തത്, തന്നെ ഇങ്ങനെയാണോ ഉരുട്ടിയിടണമെന്ന് പറയുന്നുണ്ട്. താൻ മനഃപൂർവ്വം ചെയ്തതാണ്, എൻ്റെ ദേഹത്ത് വിടാൻ വേണ്ടിയിട്ട് താൻ മനഃപൂർവ്വം ചെയ്തതല്ല. അയ്യോ പറ്റിയൊരു സാധനം. കാര്യം ഇവിടെ അങ്ങനെ കല്ലും മുള്ളുമാണ് തട്ടിയിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു എല്ല് പോലത്തെ ശരീരത്തിൽ ഞാൻ എന്തുകൊണ്ട് ആ എല്ലുകൂടി കുത്തിയിട്ട് എൻ്റെ ശരീരം മൊത്തം വേദനിച്ചു എന്നല്ലാതെ വേറെന്ത് സംഭവിക്കാനാണെന്ന് പറയുന്നു. അത് താൻ നുണ പറയിക്കല്ലേടോ, ഇങ്ങനെ കള്ളം പറയേണ്ട കാര്യമുണ്ടോ, ഇതാരാണ് ഇത് ചെയ്തത് എന്ന രീതിയിലൊക്കെ പറഞ്ഞ് പൊരിഞ്ഞ വഴക്കുണ്ടാക്കേണ്ട വർഷ വിവേകിനോട്. ഓ എൻ്റെ ദൈവമേ, ഇതിനൊക്കെ രക്ഷിച്ച് എന്നെ വേണം പറയാൻ എന്ന രീതിയിലായി. ആ സമയത്ത് പിഞ്ചപ്പൻ വരുന്നുണ്ട്, വിവേകിനെ പിടിച്ചു വരുന്നത്. ഇങ്ങോട്ട് വാ, നിങ്ങൾ കണ്ട കീരിയും പാമ്പും പോലെയാണ്, എപ്പോൾ നോക്കിയാലും ഇങ്ങനെ തന്നെയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. താൻ പോടോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും പിഞ്ചപ്പനെയും ദേഷ്യപ്പെടുന്നുണ്ട്. തനിക്ക് കിട്ടേണ്ട കിട്ടിയാലും മിണ്ടാണ്ടിരിക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. തൻ്റെ മനസ്സിലിരിപ്പൊക്കെ നന്നായിട്ടുണ്ട്. എന്നെ ഇങ്ങനെ പിടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് താൻ വേറൊരു കാറ് എന്നെ ആക്സിഡൻറ്റ് പെടുത്താനായിട്ട് നോക്കിയതല്ലേ, തൻ്റെ പ്ലാനിങ് ഒക്കെ കൊള്ളാം, എന്തൊക്കെ നീ പറയുന്നത് ചോദിക്കുന്നുണ്ട് കേട്ടോ വിവേക്. എനിക്കൊക്കെ മനസ്സിലായി, ഇനി കൂടുതൽ സംസാരിക്കേണ്ട, മര്യാദയ്ക്ക് ഇവിടുന്ന് പോകുന്നതായിരിക്കും നല്ലത്. ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു, ഞാൻ എവിടെ പോയാലും നിങ്ങളും ഉണ്ടാവും എൻ്റെ പുറകെ എന്ന രീതിയിൽ പറഞ്ഞിട്ട് വർഷം അങ്ങോട്ട് പോകുന്നു കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ശർമിളയും ഹരിതയാണ്. മമ്മി എങ്ങോട്ടാണ് പോയത്? പിന്നെ ഞാൻ മമ്മിയും അതുപോലെ അങ്കിളൊന്നും ഇവിടെ ഇല്ലല്ലോ, അതുകൊണ്ട് ഞാനൊന്ന് കറക്കാൻ പോയി. മമ്മി അമ്പലത്തിലാണോ പോയത്? അതെ, അമ്പലത്തിലാണ് പോയത്. 12 ദിവസം ഞങ്ങൾ അന്നദാനത്തിൽ കൊടുക്കാമെന്ന് വിചാരിച്ചു, അതിന് വേണ്ടിയിട്ടാണ്. ഓ, അമ്പലത്തിൽ അങ്കിളിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടാവും അല്ലേ? അതെ, പക്ഷേ അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമാണോ മമ്മി പോയത്? പിന്നെ ആ വർഷയെ കണ്ടല്ലോ, ഞാൻ കണ്ടല്ലോ മമ്മിയും വർഷയും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഞാൻ എങ്ങോട്ടും പോയിട്ടില്ല. വർഷയുടെ കാര്യം പറയുമ്പോൾ മമ്മി എന്തിനാ ഉരുണ്ട് കളിക്കുന്നത്? മമ്മി പോയിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി, ഞാൻ നേരിട്ട് കണ്ടതാണെന്ന് പറയുന്നു. പോയിട്ടുണ്ട്. പിന്നെ രാഹുൽ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയല്ലേ, ഇനിയിപ്പോൾ എനിക്ക് അവളോട് സംസാരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അത് മമ്മി അങ്കിൾ തീരുമാനിച്ചാൽ മതിയോ? രാഹുൽ എൻ്റേത് മാത്രമാണ്. ഞാനും അതുപോലെ അങ്കിളും രാഹുലിനെ ആർക്കും വിട്ടുകൊടുക്കില്ല, എനിക്ക് വേണം. ഇനി മമ്മി എന്ത് തീരുമാനിച്ചാലും കുഴപ്പമൊന്നുമില്ല, ഞാനതിനെ സമ്മതിക്കില്ല. അങ്കിളിനോട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് സംസാരിക്കണം പറഞ്ഞ് ഹരിത മാറിപ്പോന്നു. ആ സമയത്ത് ശർമിള വിചാരിക്കുന്നുണ്ട്, ഓ ഇത് വലിയ പ്രശ്നമാവോ, ഇത് ഇനി ഏട്ടനോട് പറഞ്ഞപ്പോൾ കോളാക്കുമോ? പാവം വർഷയുടെ പേര് ഞാൻ അറിയാതെ പറഞ്ഞും പോയല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നായിട്ടോ. ആ സമയത്ത് തന്നെയാണ് വിക്രമിനെ ഹരിത വിളിച്ച് സംസാരിക്കുന്നുണ്ട് കേട്ടോ.
അങ്കിളെ എന്ന് വിളിക്കുന്ന സമയത്ത് മോളെ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയുള്ളൂ, തിരിച്ചു വന്നിട്ട് നമുക്ക് സംസാരിക്കാം. അത് മാത്രമല്ല അങ്കിൾ, എനിക്ക് അങ്കിളിനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം എന്നും പറയുന്നുണ്ട് കേട്ടോ. എന്താ മോളെ നിനക്ക് പറയാനുള്ളത്? മമ്മി എന്തിനാ വർഷയെ കാണാനായിട്ട് പോയത്? വർഷയെ കണ്ടില്ല എന്ന് എന്നോട് കള്ളം പറഞ്ഞു, പക്ഷെ നേരിട്ട് ഞാൻ കണ്ടതാണ് വർഷയോട് സംസാരിക്കുന്നത്. ഒരു പക്ഷേ ഇവിടുത്തെ ന്യൂസ് എല്ലാം തന്നെ ചോർത്തി കൊടുക്കുന്നത് ഇവരൊക്കെ തന്നെ ആയിരിക്കും എന്നൊക്കെ ഹരിത വിക്രമിനോട് പറയുന്നുണ്ട് കേട്ടോ. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് മോളെ, വർഷ വഴി ശിവതയാണോ ആ ന്യൂസ് എല്ലാം തന്നെ കൊണ്ടുപോകുന്നതെന്ന് എനിക്കൊരു സംശയമുണ്ട്. അതോ ഇനി ശാർമിള തന്നെ ആയിരിക്കുമോ? എന്തായാലും മമ്മി ഒന്ന് അടക്കി നിർത്തണം. മമ്മിയെ നമുക്കിവിടെ പൂട്ടിയിടാം. മമ്മി എങ്ങോട്ടും പോകണ്ട അങ്കിൾ. എന്തായാലും ഞാൻ വരട്ടെ. അതുവരെ മോള് ഒരു വഴക്കിനും രാഹുലിനോടും അതുപോലെ ശാർമിളയോടും നിൽക്കരുതെന്ന് പറഞ്ഞിട്ട് വിടുന്നു കേട്ടോ. ആ സമയത്ത് തന്നെ വിക്രമൻ ചിന്തിക്കുകയാണ്, എൻ്റെ അനിയത്തി തന്നെയാണോ എന്നോട് പക വീട്ടാനായിട്ട് നടക്കുന്നത്? എനിക്ക് നല്ല സംശയമുണ്ടെന്ന രീതിയിൽ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിവേകിനെ തന്നെയാണ് കേട്ടോ. വർഷയാണെങ്കിലും അഞ്ജുവിൻ്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് വിവേക് പുറത്ത് നിൽക്കുന്നുണ്ട്. എന്തിനാ ഫുഡ് കൊടുക്കാൻ അകത്തേക്ക് പോകുന്നത്? പുറത്ത് നിന്ന് കൊടുത്താൽ പോരെ? എന്തായാലും ഇവിടെ നോക്കാം എന്താ അവിടെ സംഭവിക്കുന്നതെന്ന്. അങ്ങനെ വർഷ ഫുഡ് കൊണ്ടുവന്ന് ബിരിയാണിയൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ കുറച്ച് കാര്യങ്ങൾ ഇതിനോട് മാത്രം, എന്താ ഇവിടെ റൂമൊന്ന് ലോക്ക് ചെയ്യാതെയാണോ മൃദുൽ സാർ പോയിരിക്കുന്നത്? അപ്പോൾ ബെഡ്റൂം അത് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് നോക്കാറേയില്ല, ഞങ്ങൾ കിച്ചണിൽ മാത്രമേ നിൽക്കാറുള്ളൂ എന്ന രീതിയിലൊക്കെ രാഹുൽ പറയുന്നുണ്ട്. കിച്ചണോ? അതല്ല, രാഹുൽ ഒരു ചിക്കൻ കറി ഉണ്ടാക്കിയതാണ്, അത് പായസമായി, അതുകൊണ്ടാണ് തന്നോട് ഫുഡ് കൊണ്ടുവരാൻ പറഞ്ഞത്. എന്തായാലും കൊള്ളാം. പിന്നെ ഇതൊന്നല്ല ഞങ്ങൾ പറയാനായിട്ട് വന്നത്, തനിക്ക് ആപത്തുകൾ വരാനായിട്ട് പോകുന്നു, തന്നെ ആരെങ്കിലും അപകടപ്പെടുത്താനാണ് പോകുന്നുണ്ടെന്ന് ശ്രദ്ധിക്കണം, താൻ നല്ല സൂക്ഷിച്ച് വേണം ഇനി കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ, ആ ഒരു ടെൻഷനാണ് ഞങ്ങൾക്കെന്ന് പറയുന്നു. ആ സമയത്ത് തന്നെ വർഷ ആ കാര്യങ്ങൾ ഓർക്കുന്നു കേട്ടോ. തന്നെ ആക്സിഡൻറ്റ് പെടുത്താനായിട്ട് വിവേക് വന്നിട്ടില്ല, വേറെ ആരോ വന്നത്, പക്ഷേ വിവേകിനെ രക്ഷിക്കാനല്ലേ ശ്രമിച്ചതെന്നൊക്കെ. ആ സമയത്ത് ഇതെല്ലാം തുറന്നു പറയുമ്പോഴത്തേനും രാഹുൽ പറയുന്നുണ്ട്, എന്നാൽ അയാൾ നിന്നെ രക്ഷിക്കാൻ വന്നതായിരിക്കും, പക്ഷേ ആരായിരിക്കും എന്നെ അപകടപ്പെടുത്താനായിട്ട് നോക്കുന്നത്? വിക്രമൻ. എൻ്റെ അച്ഛനാണെങ്കിൽ ഇപ്പോൾ നാട്ടില്ല, എന്തായാലും അച്ഛനായിരിക്കില്ല, എന്നാൽ പിന്നെ അയാൾ തന്നെയായിരിക്കും, ആ വിവേക് തന്നെയായിരിക്കും. മനഃപൂർവ്വം വേറൊരു കാർ എന്നെ ഇടിച്ചിട്ട് അയാൾ പിന്നെ എന്നെ പിടിച്ചു മാറ്റാനൊക്കെ നോക്കുകയായിരിക്കും എന്ന് പറയുന്നുണ്ട്. അയാളൊരു ക്രൂരനായിട്ടുള്ള മനുഷ്യനാണ്, എനിക്ക് വയ്യ. എന്തായാലും അയാളൊന്നും ആയിരിക്കില്ല, പാവല്ലേ വിവേക് എന്ന് പറയുന്നുണ്ട്. അഞ്ജു, അയാളൊരു കാട്ടുമാകാനാണെന്ന രീതിയിലൊക്കെ ദേഷ്യപ്പെട്ട് തന്നെ നമ്മുടെ വർഷ സംസാരിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അഞ്ജുവിനോട് പറയുന്നുണ്ട്, തനിക്ക് എന്തെങ്കിലും മനസ്സിലായോ അഞ്ജു എന്ന് ചോദിക്കുന്നുണ്ട്. എന്താണോ താൻ ഈ പറയുന്നത്? അതായത് ഒരു റൊമാൻസ് മനക്കില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. റൊമാൻസോ എന്ന രീതിയിൽ വർഷയും, ആ നല്ലൊരു ചെറുപ്പക്കാരനല്ലേ വിവേക്, എനിക്ക് തോന്നുന്നു ചെറുതായിട്ട് റൊമാൻറ്റിക് ആവുന്ന പോലെ തോന്നുന്നുണ്ട്. എന്തായാലും നമുക്ക് കാണാം ഇനി എങ്ങോട്ടൊക്കെയാണ് പോകുന്നത് എന്നുള്ളത്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിവേകിനെ തന്നെയാണ് കേട്ടോ. അങ്ങനെ രാഹുൽ വർഷയെ യാത്രയാക്കാൻ വരുമ്പോൾ ഈ ഒരു കാഴ്ചയാണ് വിവേക് കാണുന്നത്. അപ്പോൾ ടെൻഷനായി കൂടുതൽ ബലപ്പെടുകയാണ്. അത് കാരണം വെച്ചാൽ ഇപ്പോൾ ഇത്രയും നേരം ഇവർ രണ്ടുപേരും ഇവിടെ മാത്രമായിരുന്നു, അരമണിക്കൂർ നേരം ഇവരെന്ത് ചെയ്യുമായിരുന്നു എന്നുള്ള സംശയത്തിലാണ് കേട്ടോ. പിന്നീട് രാഹുൽ അകത്തേക്ക് കയറി വന്നിട്ട് അഞ്ജുവിനോട് സംസാരിക്കുന്നുണ്ട്. വർഷയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് സമാധാനമായി. പിന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട്, വിവേകിൻ്റെയും വർഷയുടെയും കാര്യം. ഇത് പോയി അവളോട് അവൾക്ക് അവന് ഇഷ്ടമുണ്ട്, അതുകൊണ്ടാണ് അയാൾ അവളുടെ പുറകെ തന്നെ നടക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമോ? അവൻ എവിടേക്ക് പോവുകയാണെങ്കിലും അവളും ഉണ്ടാവും, അല്ലെങ്കിൽ അവൻ എങ്ങോട്ടേലും പോവുകയാണെങ്കിൽ അവളും ഉണ്ടാവും എന്ന് പറയുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. പിന്നെ അയാൾ എന്നോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ കാമുകിയാണ് വർഷ എന്നുള്ളത്, അയാൾക്ക് എന്തൊക്കെയോ അറിയണം, അതിന് വേണ്ടിയിട്ട് തന്നെയാണ്. ഞാനൊരു കാര്യം ആലോചിക്കുകയായിരുന്നു, എൻ്റെ അളിയൻ വിവേക് തന്നെ ആയിരിക്കുമോ? തനിക്കെവിടെയാടോ അനിയത്തി? വർഷ എൻ്റെ അനിയത്തിയല്ലേ, അപ്പോൾ പിന്നെ എൻ്റെ അളിയനായിട്ട് വരുന്നത് വിവേക് തന്നെ ആയിരിക്കണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. ആ നല്ല പയ്യനാണ്, ശർമിള ആൻറ്റി പറഞ്ഞു, എന്നെപ്പോലെ തന്നെ നല്ലൊരു പയ്യനാണ് വിവേക്, അവനുമായിട്ട് ഒരിക്കലും ഉരസാൻ നിൽക്കരുതെന്ന രീതിയിലൊക്കെ കേട്ടോ. അതിനുശേഷം തന്നെ വിവേക് നല്ല കുട്ടിയാണ്, ഞങ്ങൾ 4 പെൺകുട്ടികളും അവനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. പിന്നെ വർഷയ്ക്കാണ് ഒരു ഇടം പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്, പക്ഷെ ഞങ്ങൾക്ക് 3 പേർക്കും ഭയങ്കര ഇഷ്ടമാണ്. എന്തായാലും ധനമംഗളാണെങ്കിലോ എന്നെയാണ് വിവേകിനെ കണ്ടെത്തിയത്, വസുന്ധര ആൻറ്റി ആണെങ്കിലോ ശിവയും. പക്ഷേ വിവേക് എന്നെ തന്നെ സ്വീകരിക്കും, ഈ സൗന്ദര്യമുള്ള എന്നെ വിവേക് സ്വീകരിക്കാതിരിക്കും രാഹുൽ, അതുകൊണ്ടല്ലേ അങ്ങനെയൊക്കെ. തനിക്ക് ഞാനിങ്ങനെയൊന്നും പറയുമ്പോൾ ദേഷ്യം വരുന്നില്ലടോ? ആ, ദേഷ്യമൊന്നും വരുന്നില്ല, വിവേക് നല്ല ആളല്ലേ, സൗന്ദര്യം കൊണ്ടും അതുപോലെ തന്നെ ബുദ്ധി കൊണ്ടൊക്കെ മിടുക്കനാണല്ലോ. താനൊന്ന് അഭിനയിച്ചേ. എനിക്കതൊന്നും നല്ല ആഗ്രഹം, പക്ഷെ താനാണ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ദേഷ്യപ്പെടുമെന്ന് വിചാരിച്ചേ. എൻ്റെ പെണ്ണ് മറ്റൊരു ചെക്കൻ്റെ മുഖത്ത് പോലും നേക്കരുത് എന്നുള്ള രീതിയിലായിരിക്കണം എൻ്റെ ഭർത്താവ് എന്ന് കരുതി
പക്ഷെ താനാണെങ്കിൽ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെയാണോ? എന്നാൽ പിന്നെ ഞാനൊന്ന് പറഞ്ഞു തരാം എന്താ വേണ്ടതെന്ന്. അങ്ങനെ നാടകം കളിക്കുന്ന പോലെ ഉണ്ട് കേട്ടോ രാഹുൽ ചെയ്യുന്നത്. ആ സമയത്ത് എടാ മണ്ട, തന്നെ കൊണ്ട് ജീവിക്കാനും ജീവിതത്തിൽ സ്നേഹം അഭിനയിക്കാനും സാധിക്കില്ല, അതുപോലെ നാടകത്തിലും പരാജയം തന്നെയാണോ? എന്നാൽ നമുക്ക് പോവാം, ഇതൊക്കെ അവസാനിപ്പിച്ച് പോവാന്നുണ്ട്. രണ്ടുപേരും കൂടി പോകുന്നു കേട്ടോ. പിന്നെ വിവേകിനെ തന്നെയാണ് കാണിക്കുന്നത്. വിവേക് അത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കും, എന്തായിരിക്കും അവർ അവിടെ സംസാരിച്ചിട്ടുണ്ട്, അരമണിക്കൂർ എന്തായിരിക്കും. പിഞ്ചപ്പനാണെങ്കിലോ അവർ രണ്ടുപേരും സ്നേഹത്തിലായിരിക്കടാ. മാത്രമല്ല അരമണിക്കൂറൊക്കെ അയാളുടെ കൂടെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ എവിടെയൊക്കെ റൂമുകളൊക്കെ വാടകയ്ക്ക് കിട്ടാത്ത ഒരു അരമണിക്കൂർ നേരത്തെങ്കിൽ ആ രീതിയിൽ തന്നെയായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക. നീ വിചാരിക്കുന്ന പോലെ ഒന്നല്ല എന്ന രീതിയിലൊക്കെ പറയുമ്പോഴത്തേനും വിവേകിന് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. കാരണം വിവേക് വർഷയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അവൾ ആർക്കും വിട്ടുകൊടുക്കാൻ വിവേക് ഒട്ടും താല്പര്യപ്പെടുന്നില്ല. ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.